എല്ലാ ആളുകൾക്കും വളരെയധികം യൂസ്ഫുൾ ആകുന്ന ഒരു ഇൻഫർമേഷൻ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമിലേക്ക് പാസ് ചെയ്യാൻ പോകുന്നത്. പ്രൊവൈഡഡ് നിങ്ങൾ +2 ഫിസിക്സ് ആൻഡ് മാത്സ് പഠിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ ഡിപ്ലോമക്കാരും ശ്രദ്ധിച്ചോളൂ. തവണ ഫൈനൽ ഇയേഴ്സിന് ചെറിയൊരു ലൂപ്പ് ഹോൾ ഉണ്ട്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ 10+2 വിത്ത് ഫിസിക്സ് ആൻഡ് മാത്സ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഹായ് ഓൾ, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾ ബിടെക് ഫൈനൽ ഇയേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ പൂർണ്ണമായിട്ട് യൂസ് ചെയ്യും. അതേപോലെ എല്ലാ ബിടെക് ബ്രാഞ്ചുകാർക്കും, ബിടെക് കംപ്ലീറ്റ് ചെയ്ത ആളുകൾക്കും, ബിടെക് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും, ബിടെക് സപ്ലി വന്നിട്ടുള്ള ആളുകൾക്കും, എല്ലാ ആളുകൾക്കും വളരെയധികം യൂസ്ഫുൾ ആകുന്ന ഒരു ഇൻഫർമേഷൻ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമിലേക്ക് പാസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഈ ഫൈനൽ ഇയേഴ്സിന് എന്താണ് RRB ഒരിക്കലും എന്ത് ചെയ്യാറില്ല, പരിഗണിക്കാറില്ല. ഏത് എക്സാം വന്നാലും ഇപ്പോൾ ALP എക്സാം വന്നു, ഫൈനൽ ഇയേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ALP എക്സാം ഫൈനൽ ഇയേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ടെക്നീഷ്യൻ എക്സാം വന്നപ്പോൾ ഗ്രേഡ് 1 സിഗ്നൽ ഫൈനൽ ഇയേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ റെയിൽവേ എന്താണ് ഫൈനൽ ഇയേഴ്സിനോട് എന്താ പറയുക, ഒരു അത്ര നല്ല രീതിയിലുള്ള ഒരു ടേംസിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. ഫൈനൽ ഇയേഴ്സ് പലപ്പോഴും ഡിസപ്പോയിൻറ്റഡ് ആവാറുണ്ട്. പക്ഷേ ഞാൻ നിങ്ങളടുത്ത് ഇത്തവണ പറയാൻ പോകുന്നത്, ഇത്തവണ ഫൈനൽ ഇയേഴ്സിന് ചെറിയൊരു ലൂപ്പ് ഹോൾ ഉണ്ട്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ചില പോസ്റ്റുകൾ വന്നിരിക്കുന്നു. എന്തുകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നോക്കാം. അതായത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിടെക് ഫൈനൽ ഇയേഴ്സ് എലിജിബിൾ ആയിട്ടുള്ള ടെക്നീഷ്യൻ ഗ്രേഡ് 3 സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ S&T ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഫൈനൽ ഇയേഴ്സിനും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടെക്നീഷ്യൻ ഗ്രേഡ് 3 S&Tയുടെ സിലബസ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് മെട്രിക്കുലേഷൻ ഓർ SSLC ITI സർട്ടിഫിക്കറ്റ് ഫ്രം റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് NCVT or SCVT in the trades of electronics, mechanic, electrical, wireman or matriculation SSLC plus course complete act apprenticeship in the trade mentioned above. ഇത്രയും കണ്ടപ്പോൾ നിങ്ങൾ മനസ്സിലായി, ഇതൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നല്ലേ, ബിടെക്കാർക്ക് ഉണ്ടാവില്ല എന്ന്. അടുത്തതാണ് നമുക്ക് ആവശ്യമുള്ള കാര്യം. ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് 10+2 വിത്ത് ഫിസിക്സ് ആൻഡ് മാത്സ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾ ബിടെക്കിന് പഠിക്കാൻ ചേർന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, +2 ഫിസിക്സും മാത്സും പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ബിടെക് വെച്ചിട്ടല്ല നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, നിങ്ങളുടെ +2 യോഗ്യത വെച്ചുകൊണ്ട്. ആദ്യമായിട്ടായിരിക്കും അല്ലേ നിങ്ങൾ +2 യോഗ്യത വെച്ചുകൊണ്ട് നിങ്ങൾ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, നിങ്ങളുടെ +2 യോഗ്യത വെച്ചിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫൈനൽ ഇയേഴ്സിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ബിടെക് ഒക്കെ കഴിയുന്ന സമയത്ത് ഗ്രേഡ് 3 നിന്ന് പ്രൊമോഷനായിട്ട് ഗ്രേഡ് 1 പോകാനും കഴിയും. അപ്പം നിങ്ങൾക്ക് ബിടെക് വേണം കേട്ടോ, അപ്പം നിങ്ങൾക്ക് ബിടെക് വേണം. സോ അതാ ഞാൻ പറഞ്ഞിരുന്നത്, ഫൈനൽ ഇയേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് മാത്രമല്ല, എല്ലാ ബിടെക് ബ്രാഞ്ചസിനും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് കൂടിയായിട്ട് ഈ ഒരു ഗ്രേഡ് 3 S&T മാറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ബിടെക് ബ്രാഞ്ചസുകാർക്കും അപ്ലൈ ചെയ്യാവുന്ന ഒരു പോസ്റ്റിനോടൊപ്പം തന്നെ ഫൈനൽ ഇയേഴ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആയിട്ട് ഇത് മാറിയിട്ടുണ്ട്. സോ ഈ ഒരു മികച്ച അവസരം എന്ത് ചെയ്യുക, എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. ഇത് നിങ്ങൾക്ക് കിട്ടിയ ഒരു മികച്ച അവസരമാണ് ഫൈനൽ ഇയേഴ്സിനും എല്ലാ ബ്രാഞ്ചുകാർക്കും. ടെക്നീഷ്യൻ ഗ്രേഡ് 1 സിഗ്നൽ എന്ന് പറയുന്നത് സിവിലുകാർക്കും മെക്കാനിക്കലുകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഇത്തവണ സിവിലുകാർക്കും മെക്കാനിക്കലുകാർക്കും കെമിക്കലുകാർക്കും എന്ന് വേണ്ട എല്ലാ ബിടെക് ബ്രാഞ്ചുകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. പ്രൊവൈഡഡ് നിങ്ങൾ +2 ഫിസിക്സ് ആൻഡ് മാത്സ് പഠിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ. ഡിപ്ലോമക്കാരും ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഡിപ്ലോമ നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞ് നേരെ ഡിപ്ലോമയിലേക്കാണ് പോയതെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ 10ാം ക്ലാസ് കഴിഞ്ഞ് +2 കഴിഞ്ഞ് അതിന് ശേഷമാണ് ഡിപ്ലോമക്ക് പോയതെങ്കിൽ നിങ്ങൾ ഫിസിക്സ് ആൻഡ് മാത്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. സോ ഇത് പരമാവധി ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യട്ടോ. അതായത് നിങ്ങൾ കൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ബിടെക് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുക, പഠിച്ച് കഴിഞ്ഞ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക, എല്ലാ ആളുകളിലേക്കും. ഈവൻ സപ്ലി അടിച്ച് അതായത് ബിടെക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ പോകുന്ന ആളുകളാണെങ്കിൽ അവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്തെടുക്കുക. നല്ല വേക്കൻസിയോട് കൂടിയാണ് ഇത് വന്നിരിക്കുന്നത്. മാക്സിമം ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുകൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട ഒരുപാട് ഇൻഫർമേഷൻസ് ഈ ചാനലിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചാനലായിരിക്കും. അപ്പോൾ ഈ ഒരു ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നമ്മൾ ഈ ഒരു കോഴ്സ് സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷനിൽ ഗ്രേഡ് 3യുടെ കോഴ്സ് ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇതിൻ്റെ കോഴ്സസിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം, ഈ കോഴ്സിലൂടെ പഠിച്ച് മികച്ച വിജയം കരസ്ഥമാക്കാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.